അനീഷ് രാവിലെ തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഷാനവാസിനെയാണ് കാണാൻ ചെല്ലുന്നത്. എല്ലാവർക്കും നന്ദിയുണ്ട്. നിങ്ങളെ ഞങ്ങൾ തന്ത്രപൂർവ്വം വലയിൽ കുടുക്കി. ഞങ്ങളുടെ ടാസ്ക് വളരെ ടഫായിരുന്നു. ഞങ്ങൾ എഴുതുന്ന ടാസ്ക്. അപ്പോൾ എഴുതി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഉറക്കം വരും. ഉറക്കം വരുമ്പോൾ ഞങ്ങൾക്ക് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ തന്ത്രപൂർവ്വം ഉപയോഗിച്ചു. നിങ്ങളെ നൈസായിട്ട് ഞങ്ങൾ ചൊറിയും. അപ്പം നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരും, സംസാരിക്കും, ഞങ്ങളുടെ ഉറക്കം പോകും. ഇതായിരുന്നു ഞങ്ങളുടെ സ്ട്രാറ്റജി. ഞങ്ങൾ തന്ത്രപൂർവ്വം നിങ്ങളെ നൈസായിട്ട് ജയിലിൻ്റെ അടുത്തേക്ക് ഇരുത്തി നിങ്ങളെക്കൊണ്ട് കണ്ടൻറ് ഉണ്ടാക്കിപ്പിച്ച് ഞങ്ങളെ ഉറക്കം കളയുകയായിരുന്നു ഞങ്ങളെന്ന് പറഞ്ഞ് ഷാനവാസാണ് ഇതൊന്നും കേൾക്കാതെ ഇതെവിടുന്ന പ്രാന്താശുപത്രി വല്ലതും തുറന്നു വിട്ടോ. അതായത് അനീഷിനെ കളിയാക്കാൻ വേണ്ടി പറയുന്നതാണ്. പ്രാന്താശുപത്രി വല്ലതും തുറന്നു വിട്ടു, ഇത് ആരേതെന്നൊക്കെ ഉള്ള രീതിയിൽ ഷാനവാസ് അവിടെ ഇരുന്ന് പറയുന്നു. അനീഷിൻ്റെയും അനുമോളുടെയും ജയിൽ ടാസ്ക് ടഫായിരുന്നു എന്ന് ചോദിച്ചാൽ ടഫൊക്കെ തന്നെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ചയെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഈസി ടാസ്ക് ആയിരുന്നു. പക്ഷേ ഇവർക്ക് കുറച്ചധികം നേരെ ഉറങ്ങാതിരിക്കണമായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഉറങ്ങാതിരുന്നാൽ മാത്രം പോരാ, ഓരോ സെക്കൻഡിലും കമ്പി കൂട്ടി അടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇവരുടെ കുറച്ച് എളുപ്പമായിരുന്നു. പക്ഷേ രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കേണ്ടി വന്നു. എങ്കിലും അവർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെയാണ് കിടന്നത്. എന്തായാലും അതുതന്നെയാണ് രാവിലെ അനീഷ് വന്ന് ഷാനവാസിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും പറഞ്ഞത്. ഞങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു, ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തു, ഞങ്ങൾ നിങ്ങളെ യൂസ് ചെയ്തു, എല്ലാം വളരെ മനോഹരമായി എന്ന് പറഞ്ഞ് രാവിലെ തന്നെ ഷാനവാസിൻ്റെ അടുത്ത് വന്ന് 2 ഡയലോഗൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.